എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സമ്പൂർണമായ രൂപമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ഒറിജിനൽ നീളം എത്രയെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നബിന്റെ നീളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ഒറിജിനൽ നീളം. ഒരു മനുഷ്യന്റെ കയ്യിന് എത്ര വലിപ്പം ഉണ്ടാവണം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നബി തങ്ങളുടെ കയ്യിന് എത്ര വലിപ്പമാണോ അതാണ് മനുഷ്യന്റെ കയ്യിന്റെ വലിപ്പം എന്നതാണ്. മനുഷ്യന്റെ ഒറിജിനൽ കളർ എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കളർ എന്താണോ അതാണ് മനുഷ്യന്റെ ഒറിജിനൽ കളർ. വെളുപ്പ് കലർന്ന ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം എന്ന് നമ്മളെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം എന്ന് പറഞ്ഞാല് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളുത്ത ശരീരമാണ്. അതിൽ സ്വർണത്തിന്റെ കളർ കൂടിയിട്ടുണ്ടായിരുന്നു. അതാണ് ചുവപ്പ് കലർന്ന വെളുത്ത നിറം എന്ന് പറയുന്നത്. കഴിഞ്ഞ റബീഉൽ അവ്വലിന്റെ മുമ്പത്തെ റബീഉൽ അവ്വലിലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ എന്നോട് ചോദിച്ചു, നബി തങ്ങളെ കിനാവിൽ കാണാൻ ഏത് സ്വലാത്താ ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാനതിന് പറഞ്ഞ മറുപടി സ്വലാത്ത് അല്ലലും നാലാമത്തെ കാര്യമാണ്. അതിന്റെ മുന്നേ 3 കാര്യം ചെയ്യാനുണ്ട്. 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് നാലാമത്തത് സ്വലാത്ത് അല്ലലാണ്. അപ്പൊ ആദ്യമായി ഉണ്ടാവേണ്ടത് ഒരാളെ കിനാവിൽ കണ്ടാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് മനസ്സിലാകാൻ ആവശ്യമായ അറിവുണ്ടായിരിക്കണം. അതാണ് ആദ്യം. അതിന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ കുറിച്ച് പഠിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലെങ്ങനെയാണ്, കണ്ണെങ്ങനെയാണ്, മൂക്കെങ്ങനെയാണ്, പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവി എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നടന്നിരുന്നത്, നബി തങ്ങൾ എങ്ങനെയാണ് ഇരുന്നിരുന്നത്. ഇങ്ങനെ ആദ്യം വേണ്ടത് നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പഠിക്കലാണ്. അതിന് ശമാഇലുകൾ എന്നാണ് പറയുന്നത്. ശമാഇലുകൾ, ദലായിലുകൾ, ഫളായിലുകൾ, ഖസായിസുകൾ, ഇങ്ങനെ 4 എണ്ണമാണ്. ഒന്നാമത്തേത് ശമാഇൽ, മുത്തുനബിയുടെ ശരീരം എങ്ങനെയാണെന്ന് പഠിക്കുക. രണ്ടാമത്തേത് ദലായിലുകൾ, നബുവത്തിന്റെ തെളിവുകൾ പഠിക്കുക. മൂന്നാമത്തേത് ഖസായിസുകൾ, മുത്തുനബിയുടെ പ്രത്യേകതകൾ പഠിക്കുക. നാലാമത്തേത് ഫളായിലുകൾ, നബി തങ്ങളുടെ പോരിശകൾ പഠിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 കാര്യങ്ങളാണ് ആദ്യം അറിയേണ്ടത്. അപ്പോഴാണ് നബി തങ്ങളെ കാണാൻ പറ്റുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊക്കെ അവസരം തരട്ടെ. ഉറക്കത്തിൽ കാണാൻ മാത്രം ആഗ്രഹിച്ചാൽ പോരാന്നാണ്. നബി തങ്ങളെ ഉണർച്ചയെ തന്നെ കാണുന്ന ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞിട്ടുണ്ട്. ഉറക്കത്തിൽ മാത്രമൊന്നല്ല, ഉണർച്ചയിൽ തന്നെ കാണുമെന്ന്. അതിനു വേണ്ടത് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണം. അതിൽ ഒന്നാമത്തേത് ശമാഇലുകൾ പഠിക്കലാണ്. നബി തങ്ങളുടെ ശരീരം എങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിന്റെ ഉള്ളിലെ വെളുപ്പ് ശക്തമായ വെളുപ്പും ആ വെളുപ്പിന്റെ നടുവിലുള്ള കൺമണിയുടെ കറുപ്പ് ശക്തമായ കറുപ്പുമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ ഇന്നലെ നബി തങ്ങളെ കണ്ടു, കണ്ണ് വെള്ളാരം കല്ലിന്റെ മാതിരിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല എന്ന്. കാരണം മുത്തുനബിയുടെ കണ്ണ് അങ്ങനെയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ശമാഇലുകൾ പഠിക്കുക എന്ന് പറഞ്ഞാല്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണെന്ന് പഠിച്ചാലാണ് കണ്ടത് നബിയാണോ അല്ല എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അത് വലിയ പ്രയാസമൊന്നുമില്ല പഠിക്കാൻ. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മൾ പഠിക്കും. ഒന്നാമത്തെ കാര്യം അതാണ് നബി തങ്ങളുടെ ശരീരം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ മദ്രസയെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അധികം നീളമുള്ള ആളോ കുറിയ ആളോ അല്ല, ഒത്ത ശരീരപ്രകൃതമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ മിനിഞ്ഞാന്ന് നബി തങ്ങളെ കിനാവിൽ കണ്ടു, നല്ല തടിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ കണ്ടാൽ തടിച്ചിട്ടാന്ന് പറയാൻ കഴിയൂല.
നേരെ ഓപ്പോസിറ്റും പറ്റൂല. ഒരാൾ പറഞ്ഞു ഞാൻ ഇന്നലെ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം മെല്ലിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുസ്തഫ നബി തങ്ങൾ മെല്ലിച്ച ആളല്ല. ഇനി അധികം നീളമുള്ള ആളോ കുറിയാളോ അല്ല. ഒരാൾ പറഞ്ഞു ഞാൻ നബി തങ്ങളെ കണ്ടു, നബി നീണ്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല എന്ന്. കാരണം നബി തങ്ങളെ കണ്ടാൽ ഒരാൾക്ക് ഒരു നീളമുള്ള ആളാന്ന് പറയാൻ കഴിയൂല. എന്നാൽ നബി തങ്ങൾ കുറിയാളാണെന്ന് പറയാനും കഴിയൂല. ഇതാണ് ശമാഇലുകൾ പഠിക്കൽ. അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീണ്ട താടി ഉണ്ടായിരുന്നു. അങ്ങിങ്ങായി ഓരോ രോമങ്ങൾ നിരച്ചതുണ്ട്. എണ്ണ തേച്ച് വാർന്നിട്ടാൽ കറുത്ത മുടികൾക്കിടയിൽ വെളുത്ത മുടികൾ പെട്ടതിനാൽ കാണൽ പതിവുണ്ടായിരുന്നില്ല. അടുത്ത ആൾക്കാർക്ക് എണ്ണാൻ പറ്റും. 20-ൽ താഴെ മുടികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരാള് പറഞ്ഞു ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുടിയൊക്കെ പാറ്റ നരച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നെ ഇത് പഠിക്കുന്നതാണ് ശമാഇലുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മുഴുവനായും പഠിക്കണം. അല്പം നീണ്ടതും അഗ്രഭാഗം വളഞ്ഞതുമായ മൂക്കാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 14-ാം രാവിലെ ചന്ദ്രനെ പോലെ വട്ടത്തിലുള്ള മുഖമായിരുന്നു ഉണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലക്ഷണമൊത്ത ചെവികളാണ് നബി തങ്ങൾക്കുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുളിച്ചതിന് ശേഷം എണ്ണ തേച്ച് ബാക്കിലേക്ക് വാർന്നിട്ട് തൊപ്പി ധരിച്ച് അതിന്റെ മുകളിൽ തലപ്പാവ് ധരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥിരമായ രീതി. ഇടയ്ക്ക് അപൂർവമായി മുത്തുനബി തൊപ്പി മാത്രവും ധരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു ഞാൻ നബിനെ കണ്ടു, മുടിയൊക്കെ ഇങ്ങനെ പാറി പറന്നിട്ടാന്ന് പറഞ്ഞാൽ മനസ്സിലായി ഓൻ കണ്ടത് നബിനല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എണ്ണ തേച്ച് വാർന്നിടുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതുതന്നെ തൊപ്പി ധരിക്കൽ പതിവുണ്ടായിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുപ്പായം ധരിക്കാതെ ആരും കാണൽ പതിവില്ല. നബി തങ്ങളുടെ ശരീരം ആരും കാണൂല. പരിശ്രമിച്ച ആളുകൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. കമീസ് ധരിക്കാതെ നബി തങ്ങൾ നടക്കാൻ പതിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, കുപ്പായിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പഠിക്കണം. നബി തങ്ങളുടെ സംസാരം കാന കലാമൻ ഫസ്ലൻ യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള വിട്ടുപിരിഞ്ഞ സംസാരങ്ങളായിരുന്നു നബി തങ്ങൾക്കുണ്ടായിരുന്നത്. യഫ്ഹമുഹു അതിനെ മനസ്സിലാക്കും, കുല്ലു മൻ യസ്മഉഹു കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കും. കുട്ടികൾ കേട്ടാൽ അവർക്കും മനസ്സിലാവും, മുതിർന്നവർ കേട്ടാൽ അവർക്കും മനസ്സിലാകും. എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള വിട്ടുപിരിഞ്ഞ സംസാരമാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാൾ പറഞ്ഞു ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിനോട് എന്തോ പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി ഓൻ കണ്ടത് നബിനല്ല. കാരണം മുത്തുനബിയുടെ സംസാരം മനസ്സിലാകാതിരിക്കുകയില്ല എന്നത് അവിടുത്തെ പ്രത്യേകതയാണ്. ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ എല്ലാവരും കാണുന്ന തരത്തിൽ അല്പം ഉയരത്തിൽ ഇരിക്കലായിരുന്നു പതിവ്. അപ്പൊ ഒരാൾ പറഞ്ഞു ഞാൻ നബി തങ്ങളെ കണ്ടു, ഒരു റൂമിൽ വാതിലിന്റെ മുക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഓൻ കണ്ടത് നബിനല്ല എന്ന്. കാരണം നബി അങ്ങനെ ഇരിക്കൂല, അത് നമ്മളെ ഇരിക്കുള്ളൂ. വെള്ളിയാഴ്ച പള്ളിക്ക് ജുമഅക്ക് എന്നാൽ വരെ വാതിലിന്റെ മുക്കിൽ നമ്മൾ ഇരിക്കുക. നബി തങ്ങൾ അങ്ങനെ ഇരിക്കൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങനെ കാണൂല. ഇതാണ് ശമാഇലുകൾ പഠിക്കൽ.
ഇങ്ങനെ പുണ്യനബിയുടെ ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോൾ ഒരു ചെറിയ കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയുള്ള നടത്തമായിരുന്നു. നബി തങ്ങൾ നടക്കുന്നത് കണ്ടാൽ കുന്നിറങ്ങി വരുന്നത് പോലെയാണ്. മുൻവശത്തേക്ക് അല്പം കുനിഞ്ഞ് സ്പീഡിലുള്ള നടത്തം, അതാണ് കുന്നിറങ്ങി വരുന്ന നടത്തം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നബി തങ്ങൾ നടന്നിരുന്നത്. ഒരാള് പറഞ്ഞു, ഞാൻ നബിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ കൈയും കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന്. കാരണം മുത്തുനബി ബാക്കിലേക്ക് കൈ കെട്ടി നിൽക്കൽ പതിവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിക്കുന്നതാണ് ശമാഇലുകൾ. ഒന്നാമത്തത് അതാണ് പഠിക്കേണ്ടത്. ആദ്യം പഠിക്കേണ്ടത് ശമാഇലുകളാകുന്നു. അപ്പൊ അതിലെ നടത്തം, ഇരുത്തം, സംസാരം, സമീപനം, രീതികൾ ഇതെല്ലാം മനസ്സിലാക്കണം. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായാൽ നബി തങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തതാണ് ഫളായിലുകൾ എന്ന് പറഞ്ഞത്, പ്രത്യേകതകൾ, മറ്റുള്ളവർക്കില്ലാത്തതും നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ളതുമായ കാര്യങ്ങൾക്കാണ് ഫളായിലുകൾ എന്ന് പറയുന്നത്. വേറെ ആർക്കും ഇല്ലാത്തതും നബി തങ്ങൾക്കുള്ളതും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിന് സുഗന്ധമായിരുന്നു. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങൾ എന്റെ വീട്ടിൽ വരുമ്പോൾ വിശ്രമിക്കലും കിടന്നുറങ്ങലും പതിവുണ്ട്. ഉറങ്ങുമ്പോൾ മുസ്തഫ നബി തങ്ങളുടെ നെറ്റിത്തടം വിയർക്കും. ആ വിയർപ്പ് ഇങ്ങനെ കൈകൊണ്ട് വടിച്ചെടുത്ത് കുപ്പിയിലായി ഞാൻ സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് അത് സുഗന്ധമായി ഉപയോഗിക്കുകയും ചെയ്യൽ പതിവുണ്ടായിരുന്നു. മറ്റുള്ളവർക്കില്ലാത്തതും നബി തങ്ങൾക്കുള്ളതുമായ കാര്യങ്ങൾക്കാണ് ഫളായിലുകൾ, പോരിശകൾ, പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ഇനി ഖസായിസുകൾ എന്ന് പറഞ്ഞാല് ഫളായിൽ തന്നെയാണ്, പക്ഷെ അതിന് പ്രത്യേകത ഉണ്ട്. മറ്റൊരാൾക്കും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതാണ് ഖസായിസ്. ഫളായിൽ വേറുള്ളവർക്കും ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റും, ഖസായിസ് പറ്റൂല. ഉദാഹരണം പറയാം, എല്ലാവർക്കും 4 വിവാഹങ്ങൾ വരെ കഴിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 വിവാഹം കഴിച്ചിട്ടുണ്ട്. വഹാദാ മിൻ ഖസായിസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി തങ്ങളുടെ പ്രത്യേകതയിൽപ്പെട്ടതാകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഖസായിസ് എന്ന് പറയുന്നത്. ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് തോന്നിയാൽ മുസ്ലിം സൈന്യത്തിന് പിന്തിരിഞ്ഞു പോരാം എന്നാണ് നിയമം. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിയമപ്രകാരമായ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് തോന്നിയാൽ മുസ്ലിം സൈന്യത്തിന് പിന്തിരിഞ്ഞു പോരുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ നബി തങ്ങൾക്ക് പോരാൻ പാടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് യുദ്ധത്തിൽ എല്ലാവരും പോയപ്പോൾ നബി തങ്ങൾ മുന്നോട്ട് തന്നെ പോയത്. അതുകൊണ്ടാണ് അത് മിൻ ഖസായിസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. നമ്മളെ മരിക്കുമ്പോ നമുക്ക് വല്ല 10 സെന്റോ 20 സെന്റോ 30 സെന്റോ എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരിച്ചെടുക്കാൻ പറ്റും. മരണത്തിന് ശേഷം 5 സെന്റ് എല്ലാവർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്ത് ഓഹരി ചെയ്യാൻ പാടില്ല. നബി തങ്ങൾ വഫാത്താവുമ്പോ ഏതാനും സമ്പത്ത് ബാക്കിയുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ എന്ന മോള് ജീവിച്ചിരിപ്പുണ്ട്. മകൾക്ക് അതിൽ നിന്ന് ഒന്നുപോലും ലഭിച്ചില്ല. മുഴുവനായും ബൈത്തുൽ മാൽ എന്ന പൊതുഖജനാവിൽ അടച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്തിൽ മക്കൾക്ക് അനന്തരമില്ല. വഹുവ മിൻ ഖസായിസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയിൽപ്പെട്ടതാകുന്നു. ഇതിനാണ് ഖസായിസുകൾ എന്ന് പറയുന്നത്. അപ്പൊ ശമായിലുകൾ, ഫളായിലുകൾ, ഖസായിസുകൾ. ഇനി ഒന്ന് ബാക്കിയുള്ളത് ദലായിലുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്നതിന്റെ തെളിവുകൾ. അർസല അംബിയാ ദവി ഫാതാന ബിസ്ദിഖി വത്തബലീഗി വൽ ആമാന. അതിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ്. അർസല അംബിയാ, അംബിയാക്കളെ അല്ലാഹു അയച്ചിരിക്കുന്നു.
അർസല അംബിയാഅ ബി ഫതാന, ഒന്നവർ അപാരമായ ബുദ്ധിശക്തിയുള്ള ആളുകളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപാരമായ ബുദ്ധിശക്തിയുടെ ഉടമയായിരുന്നു. രണ്ടാമത്തേത് ബിസ്സുദ്ഖി, സത്യസന്ധതയുടെ ആളായിരുന്നു. മൂന്നാമത്തേത് അമാനത്ത്, വിശ്വസ്തതയുടെ ആളായിരുന്നു. നാലാമത്തേത് തബ്ലീഗ്, എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളായിരുന്നു. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു എന്ന കണ്ണു കാണാത്ത സ്വഹാബി നബി തങ്ങളുടെ അടുക്കൽ വന്നു. അപ്പോൾ നബി തങ്ങൾ വേണ്ടത്ര പരിഗണിച്ചില്ല. അല്ലാഹു തആല ആക്ഷേപിച്ച് ഖുർആനിൽ പറഞ്ഞു, അബസ വതവല്ല അൻ ജാഅഉൽ അഅ്മാ. വേണമെങ്കിൽ നബി തങ്ങൾക്ക് അത് ആരോടും പറയാതിരുന്നാൽ മതി. അങ്ങനെ ഒരു വഹയുണ്ട്, നബി പറയാതെ ആരും അറിയൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യാം. അത് നബി തങ്ങളെ ആക്ഷേപിച്ചതാണെങ്കിലും പറയും. അതാണ് തബ്ലീഗ്. എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാതെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ് എന്നത് മുസ്തഫ നബി തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തേത് സിദ്ഖാണ്, സത്യസന്ധതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിദ്ഖ്, സത്യസന്ധത എന്ന് പറഞ്ഞാല് 40 വയസ്സിൽ നബുവത്ത് കിട്ടിയതിന്റെ ശേഷം 23 കൊല്ലം മാത്രം ഉണ്ടായ ഒരു കാര്യമല്ല. 40 വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് കിട്ടിയിട്ടുള്ളത്. പിന്നെ 23 കൊല്ലാണ് ജീവിച്ചിട്ടുള്ളത്. 40 വയസ്സ് മുതൽ 23 കൊല്ലം അഥവാ 63 വയസ്സ് വരെ നബി തങ്ങൾ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നല്ല. സാധാരണ ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങാറുള്ളത് 1.5 വയസ്സിലാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1.5 വയസ്സിൽ സംസാരിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെ ലോകത്ത് ആകെ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിച്ചിട്ടൊരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഒരാൾ മാത്രമേ ഉലകത്തിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ, അത് മുഹമ്മദ് നബിയാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദലായിലുകൾ നബിയാണെന്നതിന്റെ തെളിവുകൾ. അതിനാണ് ദലായില് അറിയാം. ജബൽ അബൂ ഖുബൈസ് എന്ന മലമുകളിലേക്ക് ജബലുൻ നൂർ പർവതത്തിന്റെ ഗുഹയിൽ വെച്ച് വഹി ലഭിച്ചപ്പോ അബൂ ഖുബൈസ് മലയുടെ മുകളിലേക്ക് തന്റെ കുടുംബക്കാരെ വിളിച്ചു വരുത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഖുബൈസ് മല എന്ന് പറഞ്ഞാല് ഉംറക്ക് പോയ ആളുകൾക്കറിയാം, പാലസ് നിൽക്കുന്ന കഅബന്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോ പിന്നെ ബാബു മലിക് അബ്ദുൽ അസീസ് വഴിയാണ് കഅബയിലേക്ക് കയറുക, തവാഫ് ചെയ്യാൻ വേണ്ടി കയറുക. ആ കയറണേന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഒരു മല ഉണ്ട്, ഒരു പാലസ് ഉണ്ട്. ആ പാലസ് നിൽക്കുന്ന മലയാണ് അബൂ ഖുബൈസ് മല. അതിന്റെ ഒരു സൈഡില് ആമിന ബീവിയുടെ വീട് എന്ന നബി തങ്ങൾ പ്രസവിക്കപ്പെട്ട വീടുണ്ട്. മറ്റൊരു സൈഡിൽ ബിന്ദാവൂദ് ബിൽഡിംഗ് എന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞ ഒരു പള്ളി ഉണ്ട്. ആ പള്ളി നിൽക്കുന്ന സ്ഥലമായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്ന സ്ഥലം. എന്ന് പറഞ്ഞാല് അബൂ ഖുബൈസ് മലയുടെ 2 ഭാഗത്തും ആൾതാമസമുള്ള സ്ഥലമാണ്, അല്ലാതെ കാട്ടിലല്ല. ആ മലന്റെ മേലേക്ക് തന്റെ കുടുംബക്കാരെ വിളിച്ചു വരുത്തിയിട്ട് നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു ശത്രു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ 40 വയസ്സിന് മുമ്പ് ഉള്ള സാഹചര്യമാണ് നീ പറഞ്ഞാൽ. കാരണം അബൂ ഖുബൈസ് മലന്റെ 2 സൈഡിലും ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് ഒരു ശത്രു സൈന്യം വരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാന്നാ ചോദിച്ചത്. നീ പറഞ്ഞാൽ വിശ്വസിക്കാം, കാരണം ജനിച്ചിട്ട് പിന്നൊരിക്കലും നബി തങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദലീൽ. നബി തങ്ങളുടെ സ്വഭാവം അവിടുത്തെ മുഅ്ജിസത്താണ്. അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിൽ പെട്ടതാകുന്നു. ഇങ്ങനെ ദലായിലുകൾ, അപ്പോ ഫളായിലുകൾ, ശമായിലുകൾ, ഫളായിലുകൾ, ദലായിലുകൾ, ഖസായിസുകൾ, ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇതാണ് ആദ്യം വേണ്ടത് നബി തങ്ങളെ കിനാവ് കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ ഇനി എവിടുന്ന അത് പഠിക്കാന്ന് ചോദിക്കാതിരിക്കാനാണ് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവ് കാണാൻ ഒരാൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, നബി തങ്ങളെ കിനാവ് കാണണമെന്ന് ശക്തമായി ആഗ്രഹിക്കണം. അതിന് നമ്മള് പൂതിയൊക്കുക എന്ന് പറയും. ആ കണ്ടാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാലൊന്നും കാണൂല. കണ്ടേ പറ്റൂ എന്നൊരാൾക്ക് ചിന്തിക്കാൻ പറ്റിയാൽ അവൻ കണ്ടിരിക്കും. അത് ഈ കാര്യം മാത്രല്ല, ഏത് കാര്യം അങ്ങനെയാണ്. ഒരാൾക്ക് കുവൈത്ക്ക് പോയേ പറ്റൂ എന്ന് ആഗ്രഹമാണെങ്കിൽ ഓൻ രാത്രി പോകുമല്ലോ, ഉറക്കത്ത് പോവും. വിസ വേണ്ട, ടിക്കറ്റ് വേണ്ട, യുദ്ധം പ്രശ്നമല്ല. ഓൻ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പൈസ ഒക്കെ ഉണ്ടായിട്ട് അപ്പൊ തന്നെ വരും. സമയം 1 മണിക്കൂറായിട്ടുണ്ടാവുള്ളൂ എന്ന് മാത്രം പോവും. ആഗ്രഹം ശക്തമാണെങ്കിൽ ഏത് കാര്യവും ഉറക്കത്തിൽ നേടിയിരിക്കുമെന്നതാണ്. അതിനാൽ രണ്ടാമത്തെ കാര്യം, അതിശക്തമായ ആഗ്രഹം ഉണ്ടായിരിക്കണം. കാണാണെങ്കിൽ കണ്ടോട്ടെ എന്നൊന്നും വിചാരിച്ചോണ്ടൊന്നും കാണൂല. എനിക്ക് എന്തായാലും കാണണം എന്ന് ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ കാണുള്ളൂ എന്നതാണ് കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരു യാനബി എല്ലാവരും ചെല്ലോ എന്റെ ഒപ്പം ചെല്ലോന്നായിക്കണം. ഒരു യാനബി എല്ലാവരും ചെല്ലോ എന്റെ ഒപ്പം. വെറുതെ അല്ല പോലെ കസാലയിലൊന്നും ഇരുന്ന് ഇളകിയിട്ട് ഇവിടെ ചതിലൊടിച്ച എന്താ വന്നേക്കിന് ഉറച്ചിരുന്നതാണ്. എല്ലാരും ഇളകിയിട്ടില്ല. എന്നാ ശരി. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. ഇനി ഒരു വരി എല്ലാവർക്കും അറിയാലോ. അശ്റഖ ഒരു വരി, അതിന്റെ ഒപ്പം ചെല്ല എല്ലാവരും. അശ്റഖൽ ബദ്റു അലൈനാ ഫഖതഫത് മിൻഹുൽ ബുദൂർ മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി. യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സ്വലവാത്തുല്ലാഹി അലൈക്കും. ഉന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവിൽ കാണാൻ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത്, നബി തങ്ങളുടെ ശരീരം പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാര്യം, അതിശക്തമായ ആഗ്രഹമുണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഈ കിനാവ് എന്ന് പറയുന്നത് ആത്മാവിന്റെ യാത്രയാണ്. നമ്മൾ ഉറങ്ങണ സമയത്ത് നമ്മുടെ റൂഹ്, ഹയാത്തല്ല, ജീവനല്ല, ആത്മാവ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹദറത്തിലേക്ക് യാത്ര ചെയ്യും. ഈ യാത്രയിൽ ആത്മാവിനുണ്ടാകുന്ന അനുഭവങ്ങളാണ് കിനാവ് എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങുമ്പോ നമ്മുടെ ആത്മാവ്, ജീവനല്ലട്ടോ, ജീവന് ഹയാത്ത് എന്നാ പറയാ, അള്ളാഹുവിങ്കൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകമായ നിക്ഷേപത്തിനാണ് റൂഹ്, ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവ് അള്ളാഹുവിന്റെ ഹദീറത്തുൽ ഖുദുസ് എന്ന പരിശുദ്ധമായ ഹദറത്തിലേക്ക് യാത്ര ചെയ്യും. ഈ യാത്രയിൽ റൂഹിനുണ്ടാകുന്ന അനുഭവങ്ങൾക്കാണ് കിനാവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാലിഹീങ്ങളായ ആളുകളുടെ ആത്മാവുകൾ, സ്വാലിഹീങ്ങളായ ജിന്നുകൾ, അതുപോലെ മലക്കുകൾ എല്ലാവരും
രാത്രി സമയങ്ങളിൽ മദീനയിലേക്ക് യാത്ര ചെയ്യുമെന്നാണ്. ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭയകേന്ദ്രമാകുന്നു മദീന. ലോകത്തെ എല്ലാ സ്വാലിഹീങ്ങളും ഒരുമിച്ച് കൂടുന്ന സ്ഥലം മദീനയാണ്. രാത്രിയിൽ മുഖദ്ദസായ പരിശുദ്ധമായ റൂഹുകള്, സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ അർവാഹുകള്, സ്വാലിഹീങ്ങളായ ജിന്നുകള്, അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകള് എല്ലാവരും രാത്രിയില് പരിശുദ്ധമായ മദീനയിലേക്ക് യാത്ര ചെയ്യും. ആ യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് കൂടി അതിന്റെ കൂടെ യാത്ര പോകുന്നതിനാണ് നബി തങ്ങളെ കിനാവ് കാണുക എന്ന് പറയുന്നത്. ഇത് സാധ്യമാവണമെങ്കിൽ രാത്രി പകുതി കഴിയുന്നതിന്റെ മുമ്പ് ഉറങ്ങിയിരിക്കേണ്ടതാണ്. കാരണം സ്വാലിഹീങ്ങളുടെ ആത്മാവുകളും സ്വാലിഹീങ്ങളായ ജിന്നുകളും മുഖദ്ദസായ മലക്കുകളും മദീനയിലേക്ക് യാത്ര പോകുന്നത് രാത്രി പകുതി കഴിയുന്നതിന്റെ മുമ്പാകുന്നു. അതുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിക്കണം അന്നെങ്കിലും വെള്ളിയാഴ്ച രാവിലെങ്കിലും രാത്രി പകുതിയാവുന്നതിന് മുമ്പായി ഉറങ്ങിയിരിക്കണം എന്ന നിബന്ധനയുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം സ്വലാത്ത് അധികരിപ്പിക്കലാണ്. അത് ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല. കാണാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് മൗലിദ് കിതാബിലുണ്ട്, അതുപോലെ പല സ്ഥലത്തുണ്ട് സ്വലാത്ത്. ആ സ്വലാത്താവാം, ഞാൻ തന്നെ ഇക്കോണമെന്നൊന്നുമില്ല. ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല. പക്ഷെ ആദ്യം പറഞ്ഞ 3 എണ്ണം ഉണ്ടാവണം. ആദ്യം പറഞ്ഞ 3 എണ്ണം ഉണ്ടെങ്കിൽ സ്വലാത്ത് ഏതാന്നുള്ളതൊന്നും പ്രശ്നമല്ല, കാണുമെന്നതാണ്. ഇങ്ങനെ 4 കാര്യങ്ങൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവ് കാണാൻ ആവശ്യമുണ്ട്. അപ്പൊ അതിലെ 1ാമത്തെ കാര്യമാണ് ശമാഇലുകൾ, നബി തങ്ങളുടെ ശരീരം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിനാണ് അൽ ഔസാഫു ബിത്തഹ്സീൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. മദ്ഹുൻ നബി 3 തരത്തിലാണെന്ന് പറഞ്ഞല്ലോ. 1 അൽ ഔസാഫു ബിത്തഹ്സീൻ, 2 അൽ ഔസാഫു ബിത്തസീൻ, 3ാമത്തേത് അൽ ഔസാഫു ബിത്തംകീൻ. അങ്ങനെ 3 എണ്ണമാണ്. അതിൽ 1ാമത്തേത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം എങ്ങനെയായിരുന്നു എന്ന് പറയലാണ്. 2ാമത്തേത് അൽ ഔസാഫു ബിത്തസീനാണ്, ഭംഗിയെ കുറിച്ച് പറയലാണ്. ആദ്യം ശരീരം എങ്ങനെയാണെന്ന് ആ ഹഖായിഖുൻ നഫ്സിനെ കുറിച്ച് പറയാം. 2ാമത്തേത് ഭംഗിയെ കുറിച്ച് പറയാം. ഉമിനീരിനും നന്നായി സൗരഭമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീരിന് സുഗന്ധമുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് പനനീർ പോലെയുള്ള സുഗന്ധമായിരുന്നു. 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിച്ച ആളായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മാലിക് എന്നവർ മരണപ്പെട്ടപ്പോ ഉമ്മാനെ 2ാമത് കല്യാണം കഴിച്ചു. 2ാമത് കല്യാണം കഴിച്ച എളാപ്പാന്റെ കൂടെ പോകുമ്പോ നബി തങ്ങളെ കൊണ്ടോണോ തറവാട്ടിൽ നിർത്തണോ എന്ന തർക്കമുണ്ടായി. ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടി നബി തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. 10 കൊല്ലം അനസ് റളിയല്ലാഹു നബി തങ്ങളുടെ അടുക്കൽ കഴിഞ്ഞുകൂടി. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഇങ്ങനെ തൊട്ടിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാൽ ചുവന്ന പനനീർ പൂവിന്റെ വാസനയുണ്ടായിരുന്നു എന്നാണ്. ചെറിയ 10 വയസ്സിന് താഴെയുള്ള കുട്ടിയായിരിക്കുമ്പോൾ ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഒന്ന് ഉമ്മ വെച്ചിരുന്നു എന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വലിപ്പത്തിൽ പോലും കവിളിൽ തൊട്ടിട്ട് വാസനിച്ചാൽ റോസാപ്പൂവിന്റെ മണമുണ്ടായിരുന്നതിന്റെ കാരണം അങ്ങനെ ഓരോ കാര്യങ്ങളും. ഉത്ബത്ത് റളിയല്ലാഹു അൻഹു എന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ഉത്ബത്ത് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു സദസ്സിൽ വന്നാല് അല്പസമയം ഇരുന്നാല് എഴുന്നേറ്റ് പോയതിനു ശേഷം ആ സദസ്സിൽ ഒരു സുഗന്ധം പരക്കൽ പതിവുണ്ടായിരുന്നു. ഒരു പ്രത്യേകമായ സുഗന്ധം ഉണ്ടാവും. ഇതിങ്ങനെ എല്ലാരും കണ്ടു, എല്ലാരും മനസ്സിലാക്കി, എല്ലാവരും അറിഞ്ഞു. ആളുകൾക്ക് അജബായി, അത്ഭുതമായി. ഒരിക്കൽ ആളുകൾ
ഉത്ബ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളെ ഭർത്താവ് എപ്പോൾ ഏത് സദസ്സിൽ വന്നാലും അല്പസമയം ഇരുന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം അവിടെ ഒരു സുഗന്ധം പരക്കുന്നുണ്ട്, എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഈ അനുഭവം എനിക്കും പല പ്രാവശ്യം ഉണ്ടായിട്ട് ഞാനത് മൂപ്പരോടന്നെ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്തേ മറുപടി എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്നെ ഒരിക്കൽ കാലും ഒരു തേനീച്ച കടിച്ചു. ചെറിയ കുട്ടിയായിരിക്കുമ്പോ എന്റെ കാലിൽ ഒരിക്കൽ ഒരു തേനീച്ച കടിച്ചു. വേദന കൊണ്ട് ഞാനിങ്ങനെ പുളഞ്ഞപ്പോ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്റത്തിൽ കൊണ്ടുപോയി നബി തങ്ങൾ എന്റെ ആ തേനീച്ച കടിച്ച സ്ഥലത്ത് ഒന്നിങ്ങനെ കൈകൊണ്ട് തടവി തന്നു. അതിനുശേഷം ഞാൻ ഏത് സദസ്സിൽ ഇരുന്നാലും ഞാൻ എഴുന്നേറ്റ് പോയാൽ അവിടെ ഒരു സുഗന്ധം പരക്കൽ പതിവുണ്ടെന്ന് സയ്യിദുനാ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിനാണ് അൽ-ഔസാഉ ബിത്തസീൻ. ഇന്ന ബൈതൻ അൻത സാഖിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതി الناس بالحجج صلي رب العالمين على سيد الكونين والسرج ومريضا أنت زائره قد أتاه الله بالفرج. അങ്ങനത്തെ കാര്യങ്ങൾ. ഇന്ന ബൈതൻ അൻത സാക്കിനുഹു, ഏതെങ്കിലും ഒരു വീട്ടിൽ നബിയെ നിങ്ങൾ താമസിച്ചാൽ ലൈസ മുഹ്താജൻ ഇലാ സുറുജി, ആ വീട്ടിൽ വിളക്കിന്റെ ആവശ്യമുണ്ടായിരിക്കില്ല, കാരണം നബി തങ്ങൾ തന്നെ പ്രകാശമായിരിക്കും. വമരീദൻ അൻത സായിറുഹു, ഏതെങ്കിലും ഒരു രോഗിയെ നബിയെ നിങ്ങൾ സന്ദർശിച്ചാൽ വമരീദൻ അൻത സായിറുഹു ഖദ് അതാഹു ബിൽ ഫറജി, ഉടനെ തന്നെ രോഗം മാറും. ഒരിക്കലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു രോഗം പിടിപെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കാണാൻ വേണ്ടി ചെന്നപ്പോ നബി തങ്ങൾ രോഗിയായി കിടക്കുകയാണെന്ന് മനസ്സിലായി. ഉദാഹരണം പനി എന്ന് പറയാം, നബി തങ്ങൾ പനിച്ചിടക്കുക. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനിയാണെന്ന് മനസ്സിലായ സമയം മുതൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലത്തെ പനിയണ്ട് തുടങ്ങി. അതിനാണ് ഇഷ്ക് എന്ന് പറയാം. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി പനിച്ചു കിടന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പനി മാറി, പള്ളിയിൽ വരാൻ തുടങ്ങി. സിദ്ദീഖ് എവിടെയെന്ന് ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് പനിച്ചു കിടക്കുകയാണ് എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവരും കൂടിയും കാണാൻ പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടിയും കാണാൻ പോകുക. സ്ഥിരമായി കാണുന്ന ഒരാളെ 3 ദിവസം കാണാതിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് തെരഞ്ഞു പോകൽ പതിവുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. സ്ഥിരം കാണുന്ന ഒരാളെ 3 ദിവസം കണ്ടില്ലെങ്കിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് തെരഞ്ഞു പോകൽ പതിവുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. അങ്ങനെ തെരഞ്ഞുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പനി മാറിയിട്ട് മൂപ്പര് നീച്ചു. നബിനെ കാണേണ്ട താമസം അസുഖം മാറിയിട്ട് നീച്ചിട്ട് ഒരു പാട്ട് പാടി, ഒരു ബൈത്ത്, ഒരു കവിത ചൊല്ലി. നബിയെ, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് രോഗം പിടിപെട്ടു. എന്റെ മനസ്സിന്റെ വിഷമം കാരണം മരിദൽ ഹബീബു ഫഅതുഹു ഫമരിദതു മിൻ നസഫി അലൈ ഫശഫൽ ഹബീബു ഫസാറനി ഫശഫൈതു മിൻ നദരി ഇലൈ. മരിദൽ ഹബീബു,
എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി. ഫഉത്തുഹു, അപ്പോൾ ഞാൻ നബി തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. ഫമരിദതു, എനിക്കും ദണ്ണം തുടങ്ങി. മിൻ നദരി ഇലൈഹി, നബി തങ്ങളെ കണ്ടപ്പോൾ. മിൻ അസഫി അലൈഹി, മനസ്സിന്റെ അടങ്ങേറുണ്ട്. ഫശഫൽ ഹബീബു, എന്റെ ഹബീബിന്റെ പനി മാറി. ഫസാറനി, നബി തങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നു. ഫശഫൈതു, എന്റെ ദണ്ണം മാറി. മിൻ നദരി ഇലൈഹി, നബി തങ്ങളെ കണ്ടതിനാൽ. രോഗിയാം നബിയോരാരീഗത്ത് ചാരി സിദ്ദീഖും രോഗിയായി. രോഗം മാറിയ ആരോഗ്യത്തോടെ വന്നപ്പോൾ സിദ്ദീഖും രാജിയായി. അപ്പൊ ഇതാണ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭംഗിയെ കുറിച്ച് പറയലാണ്. സൗന്ദര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ആള് അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നോക്കുന്നതിനനുസരിച്ച് കൂടുന്ന സൗന്ദര്യമാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത്. നമുക്ക് നോക്കുന്നതിനനുസരിച്ച് കുറയുന്ന സൗന്ദര്യമാണ് ഉണ്ടായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യത്തിന്റെ നേർ പകുതി നൽകിയിട്ടുള്ള ആളാണ് യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് താരീഖിലുണ്ട്. നല്ല സൗന്ദര്യമായിരുന്നു സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിന്. സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയുടെ കൊട്ടാരത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം എത്തിച്ചേർന്നു. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രാജാവ് സ്ഥലത്തില്ലാത്ത സമയത്ത് സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുപോയി റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയി തന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ നിർവഹിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം സമ്മതിക്കാതെ പുറത്തിറങ്ങി. ഈ സംഭവം ആളുകൾക്കിടയിൽ പരസ്യമായപ്പോ സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ കൊട്ടാരത്തിലെ വലിയ ഒരു സൽക്കാരം വിളിച്ചു. മിസ്റിലെ സ്ത്രീകളെല്ലാവരും ഒരുമിച്ച് കൂടി, ആക്ഷേപിക്കുന്നവരും ആക്ഷേപിക്കാത്തവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ചെത്തിത്തിന്നാൻ പറ്റുന്ന ഒരു പഴവും കയ്യിൽ ഒരു കത്തിയും കൊടുത്തു. അതിനുശേഷം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സദസ്സിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടത്തി. യൂസുഫ് നബി അലൈഹിസ്സലാം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇടയിൽ കൂടെ ഇങ്ങനെ പോയി ഒരു ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ നിന്നപ്പോഴേക്ക് സ്ത്രീകൾ ഒരു വിരൽ ഛേദിച്ചിരുന്നു എന്നാണ്. യൂസുഫ് നബി അവിടെ തന്നെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വിരൽ ചെത്തിയിട്ടില്ല. അതിന്റെ കാരണം ആദ്യം കാണുമ്പോഴുള്ള ഭംഗി പിന്നെ കാണുമ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിനെയാണ് ആസ്വദിക്കുമ്പോൾ കുറയുന്ന ഭംഗി എന്ന് പറയുന്നത്. 18 വയസ്സായ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ നല്ല ഉറപ്പുണ്ടാവും. 20 അത്ര തന്നെ ഉണ്ടാവില്ല. 30 പിന്നെയും കുറയും, 40 വീണ്ടും കുറയും, 50 പറ്റ കുറയും, 60 ഇനി പറയാതിരിക്കുകയാണ് നല്ലത്. ഇതാണ് ആസ്വദിക്കുമ്പോൾ കുറയുന്ന ഭംഗി. നബി തങ്ങൾ നേരെ ഓപ്പോസിറ്റാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാണുന്നതിനനുസരിച്ച് ഭംഗി കൂടിക്കൊണ്ടേയിരിക്കും. 10 കൊല്ലം നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിന്ന ആളാണ് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. 10ാമത്തെ കൊല്ലവും മുഖത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അനസേ മാ ബാലുക യാ അനസ്, എന്താ അനസേ, എത്താനസേ എന്റെ പൂതി എന്ന് ചോദിച്ചു. എത്തണ്യ എന്റെ പൂതി, എന്താ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണെന്ന് ചോദിച്ചു. മാ ബാലുക യാ അനസ്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ നിങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മളെല്ലാരും മഹ്ശറയിൽ എത്തിയിട്ട് സ്വർഗാവകാശികളായാൽ തന്നെയും ഞാൻ എവിടെങ്കിലും നിങ്ങൾ വലിയ ദർജയിലല്ല ഉണ്ടാവുക. അപ്പൊ നിങ്ങളെങ്ങനെ എപ്പോഴും കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് നിങ്ങളുടെ സൗന്ദര്യത്തെ ഞാൻ പരമാവധി ആസ്വദിക്കുകയാണ്. അപ്പോൾ മുഖറബുൽ അംലാക്കായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഒരു വഹി അറിയിച്ചു. സ്വർഗത്തിൽ എല്ലാവരെയും എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്ന വിവരം അവർക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കുക നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതായി താരീഖിൽ ഉണ്ട്. അപ്പൊ അതാണ് സംഗതി. അപ്പൊ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ കാണുന്നതിനനുസരിച്ച് ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരുന്ന ഭംഗിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ്. ഇത് പറയുന്നതിനെയാണ് അൽ-ഔസാഉ ബിത്തസീൻ എന്ന് പറയുന്നത്.
ഇനി മൂന്നാമത്തെ കാര്യം അൽ-ഔസാഹു ബിത്തംകീൻ ആണ്. അൽ-ഔസാഹു ബിത്തംകീൻ എന്ന് പറഞ്ഞാല് നമ്മളും നബിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയലാണ്. നബി തങ്ങൾ എന്റെ ജീവനാണ്, മുത്തുനബി എന്റെ ജീവന്റെ ജീവനാണ്, എന്റെ പിതാവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്, എന്റെ മാതാവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ പറയുന്നതിനാണ് അൽ-ഔസാഹു ബിത്തംകീൻ എന്ന് പറയുന്നത്. അൻത ഉമ്മുൻ അമ്മാബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖാത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അൻത ഉമ്മുൻ, നബിയെ നിങ്ങൾ ഞങ്ങളുടെ അമ്മയാണ്. അം അബുൻ, ഉമ്മ മാത്രല്ല, നിങ്ങൾ ഞങ്ങളുടെ വാപ്പയാണ്. ഉമ്മാക്ക് ഉമ്മയാവാൻ മാത്രല്ലേ കഴിയുള്ളൂ, വാപ്പയാവാൻ കഴിയൂലല്ലോ. വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമേ കഴിയുള്ളൂ, ഉമ്മയാവാൻ കഴിയൂല. എന്നാൽ നമ്മുടെ ഉമ്മയും വാപ്പയുമാകാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫാത്തിമ ബീവി വാപ്പാനെ വിളിക്കൽ ഇന്റെ വാപ്പാന്നല്ല, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി പാനെ വിളിക്കലേ പാന്നല്ല, പിന്നെന്താ വിളിക്കുക? യാ റസൂലല്ലാഹ്. ഉമ്മയേക്കാൾ പ്രധാനപ്പെട്ടത്. അപ്പൊ നമ്മള് നല്ലൊരു വീടുണ്ടാക്കിയെന്ന് വിചാരിക്കുക, നല്ലൊരു പുതിയ വീട്, നല്ലൊരു 2500 സ്ക്വയർ ഫീറ്റ് മേലൊക്കെ എടുത്തിട്ടുള്ള അടിപൊളി ഒരു വീട്. വീടിന്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു, ടൈൽസിന്റെ പണിയൊക്കെ കഴിഞ്ഞു, കുട്ടിയിട്ട് പെയിന്റൊക്കെ അടിച്ചു, കറണ്ടൊക്കെ കിട്ടി. നാളെ ഞായറാഴ്ച രാവിലെ ഹൗസ് വാമിംഗ് ആണ്, സുബഹിക്ക്. പള്ളിക്കുന്ന ഉസ്താദന്മാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പാപ്പാനെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമ്മളെ ഇന്ന് രാത്രി ചങ്ങായിമാരൊക്കെ വന്ന് ഏതെങ്കിലും ഫാന് കറങ്ങാത്ത ഉണ്ടോന്നൊക്കെ നോക്കി, ഏതെങ്കിലും ലൈറ്റ് കത്താത്ത ഉണ്ടോന്നൊക്കെ നോക്കി, അങ്ങനെ ഒന്ന് എല്ലാം കൊണ്ട് ഉഷാറാക്കി. നിങ്ങൾ പോയിക്കോളി. നിങ്ങൾ ഒരു ചോറ് വെച്ചിട്ടില്ലല്ലോ? 8 ആളോ? ബാക്കി 8 ആളെ ഞാൻ എപ്പോഴാ പോവാ? അടുത്ത സെക്ഷനിൽ. ആയിക്കോട്ടെ. അതുപോലെ ആദ്യം 8 ആള് പോയിട്ട് ചോറ് വെച്ച് വരും, പിന്നെ 8 ആള് പോകും. പക്ഷെ അതങ്ങനെ നടക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് നോക്കിക്കൊണ്ട് എന്നാലും നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് നോക്കേണ്ടി വരും. അതാണ് സംഗതി. നോക്കാത്ത വയത് നമ്മളെടുത്തില്ല. നമ്മളടുത്ത് എന്ത് വേദനയേ ഉള്ളൂ? നോക്കണ വേദനയേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ 8 ആള് പോയി വരുന്നിട്ട് നമുക്ക് മറ്റുള്ളവർ പോകുമ്പോ ഒന്നുകൂടി നോക്കാം. അങ്ങനെ നിങ്ങൾ വരുന്നവരും പോണവരൊക്കെ നോക്കിങ്ങാണ്ട് ഇങ്ങനെ സമയം കയ്യോളം അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടും പറയാതെ കൂടിയായിട്ട് നമുക്ക് അങ്ങനെ സമയം തീർക്കാൻ ശ്രദ്ധിക്കാത്തതിന്റെ വേദന ഞാൻ പറയില്ല. കാരണം വെറുതെ നമ്മള് അയക്കാരം നമുക്ക് ലോകം പറഞ്ഞൂടെ നാട്ടർത്താൻ വഹല് പറയുമ്പോ പിന്നെ കേക്കണം. പിന്നെ വെറുതെ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കേക്കുണ്ടെങ്കിലേ ഞാൻ പറയുള്ളൂ. ഇനിയിപ്പോ നമ്മള് കുറച്ച് കഴിയുമ്പോ എന്ത് ചോദിച്ചാല് എല്ലാവർക്കും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും. അപ്പൊ അതോടുകൂടെ അത് പറ്റ കഴിയും. കാരണം തിന്നാൻ കിട്ടിയ നല്ല മര്യാദയും അപ്പൊ ആണെങ്കിൽ ഒരു 6 റൂട്ട് ബിസ്ക്കറ്റിന്റെ ഓരോ പൊട്ട് പീസ് സാസിൽ കൊടുത്തു നോക്കിയാൽ കാണാം, വയല് മൊത്തം തീരും. അങ്ങനെ ഉണ്ടാകും. തിന്നാനോ കുടിക്കാനോ കണ്ടാലും നമ്മളെ വയല് മൊത്തം കഴിഞ്ഞു. അങ്ങനെ പൊതുവേ ഉണ്ടാകുക. നൈക്കളോണ്ടും കളിങ്ങളോട് കൊടുക്കുമ്പോൾ കാണാം ഒരു കുറച്ച് കഴിഞ്ഞാൽ വെള്ളമായിട്ട് വരും. അതോടുകൂടെ വയല് മുഴുവനായിട്ടും കഴിഞ്ഞ മാതിരി അങ്ങനെ ഉണ്ടാകും. അപ്പൊ എല്ലാരും കൂടെ നോക്കാം, നമുക്ക് ഉഷാറായിട്ട് പറയാം. എല്ലാരും ചൊല്ലി അന്ത ഉമ്മുൻ അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖാത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ لا إله إلا
ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ വിഷയം എവിടെയായിരുന്നു? വീട് പണി കഴിഞ്ഞു. ആരത്? നമ്മളത്. വീട് പണി കഴിഞ്ഞ് ടൈൽസ് ഒക്കെ ഒട്ടിച്ച് കറണ്ടൊക്കെ കിട്ടി. നാളെ രാവിലെ ഹൗസ് വാമിംഗ് ആണ്. സുബഹിക്ക് പള്ളിക്കത്തെ സ്ഥാനം വിളിച്ചിട്ടുണ്ട്. തങ്ങൾ വാപ്പാനോട് പ്രത്യേകം വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചങ്ങായിമാര് വന്നിട്ട് കത്താത്ത ബൾബ് ഏതെലുണ്ടോ നോക്കുന്നുണ്ട്. ഫാനൊക്കെ തിരിണില്ലേ എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇനിയിപ്പോ എന്താ കമ്മിയുള്ളത് നോക്കുന്നുണ്ട്. പന്തലിട്ടിട്ടുണ്ട്. ബിരിയാണി വെക്കാൻ ആൾക്കാർ വന്ന് കോയിനെ വെട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി മുറിക്കൽ തുടങ്ങിയിട്ടുണ്ട്. രാത്രി 1:30 മണി സമയത്ത് മുത്തുനബി വന്നു എന്ന് വിചാരിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വീട്ടിൽ വിചാരിച്ചാ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറഞ്ഞു, സാലിമേ, ഈ പെര എനിക്കൊരാവശ്യമുണ്ടായിരുന്നു. ചാവിയോട് കാട്ടിക്കാം, നാളെ ഇജ്ജ് കുടിയിരിക്കണ്ട എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ്ട് ചാവി അപ്പൊ തന്നെ എടുത്ത് കൊടുക്കൂലേ? കരകട്ടരെ കൊടുക്കുമെന്ന് നിങ്ങൾ പറയാനാണ് ഞാൻ ചോദിക്കണേ. കൊടുക്കൂലല്ലേ? എന്നാൽ ആ സ്ഥാനത്ത് എന്റെ അമ്മാനെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാല് കൊണ്ടൈക്കോളി നബിയെ എന്ന് പറയാൻ തയ്യാറുണ്ടോ? അന്നേ പരിപൂർണ മുഅ്മിനാവുള്ളൂ. എന്റെ അമ്മാനേക്കാൾ വലുത് ഞാനായിരിക്കണം. നിന്റെ പിതാവിനേക്കാൾ വലുത് ഞാനായിരിക്കണം. കുല്ലു കാന ആബാഉകും വഅബ്നാഉകും, വാപ്പാനേക്കാൾ, ഉമ്മയേക്കാൾ, മക്കളേക്കാൾ, ഭാര്യയേക്കാൾ, സമ്പത്തിനേക്കാൾ, വീടിനേക്കാൾ, ജീവനേക്കാൾ വലുത് എന്ന് ഞാനാകുന്നുവോ അന്നേ നിങ്ങൾ പരിപൂർണമായ മുഅ്മിനാവുകയുള്ളൂ എന്ന് ശഫീഉൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി. അവിടെയാണ് സ്വഹാബത്ത് വിജയിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മുസ്ലിം ആവുന്ന ഒരു രംഗമുണ്ട് താരീഖിൽ. മക്കം ഫതഹിന്റെ അന്ന് മക്ക ഇസ്ലാമിന് ഫത്ഹായി. മദീനയിൽ നിന്ന് നബിയും സ്വഹാബത്തും മക്കയിൽ വന്ന് കഅബയിൽ നിന്ന് വിഗ്രഹങ്ങൾ ഒഴിവാക്കി കഅബ കഴുകി ശുദ്ധീകരിച്ച് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് മുത്തുനബി ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, എന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോയോക്കട്ടെ എന്ന് പറഞ്ഞു. ആ പോയിക്കോളി പറഞ്ഞു. എന്താ കുഴപ്പം? അങ്ങനെ മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്റെ പഴയകാല വീട് അന്വേഷിച്ചു കൊണ്ടുപോയി. വീട്ടിൽ ചെന്നപ്പോൾ വാപ്പ അബൂ ഖുഹാഫ സുഖമില്ലാതെ കിടക്കുകയാണ്. 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. മോൻ വന്നതറിഞ്ഞപ്പോ അബൂ ഖുഹാഫ പറഞ്ഞു, മോനെ, എനിക്കും നിന്റെ മതത്തിൽ ചേരണമെന്നുണ്ട്. പക്ഷേ എനിക്ക് എഴുന്നേൽക്കാനും നടക്കാനും ഒന്നും വയ്യല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പാനടുത്ത് കണ്ട് തോളിലിട്ടിട്ട് നബി തങ്ങളുടെ ഹദ്റത്തിൽ വന്ന് ഇറക്കി കസാലയിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, നബിയെ, ഇതിന്റെ വാപ്പ അബൂ ഖുഹാഫയാണ്, ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്. നബിയെ, നിങ്ങളൊന്ന് കലിമ ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. വാപ്പ അബൂ ഖുഹാഫ അത് ഏറ്റുചൊല്ലിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കരഞ്ഞു. മുത്തുനബി ചോദിച്ചു, അബൂബക്കറെ, എന്താ നിങ്ങൾ കരയണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നബിയെ, എന്റെ വാപ്പ അബൂ ഖുഹാഫ മുസ്ലിമായ സ്ഥാനത്ത് നിങ്ങളുടെ എളാപ്പ അബൂ ത്വാലിബ് മുസ്ലിം ആവുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആലോചിച്ചപ്പോ കരച്ചിൽ വന്നതാണ് എന്ന് പറഞ്ഞപ്പോ മുത്തുനബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറെ, നിന്റെ വാപ്പ മുസ്ലിം ആകുന്നതിനേക്കാൾ എന്റെ എളാപ്പ മുസ്ലിം ആകുന്നത് നീ ഇഷ്ടപ്പെടാൻ എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അതല്ലേ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടം ഉണ്ടാകുക എന്ന് ചോദിച്ചു. അപ്പൊ ആന്ന് പറഞ്ഞു, എന്നാ അതന്നെയാണ് എനിക്കും നല്ലോണം ഇഷ്ടം എന്ന് പറഞ്ഞ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ. എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് നമ്മൾ പള്ളിക്ക് ചെന്നാല് ഖതീബ് മുടങ്ങാതെ പറയും മൂപ്പരെ പേര്. ആ പേരും കേൾക്കുമ്പോ ഇത് നമ്മളെ കൽബിക്ക് വരണം. അതന്നെ
അതാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനെ വലുതാക്കിയ ഘടകം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത താല്പര്യമായിരുന്നു. അപ്പോ നബിതങ്ങൾ നമ്മുടെ വാപ്പയാണ് എന്ന് പറഞ്ഞാൽ പോരാ, അമ്മയാണെന്നും പറഞ്ഞാൽ പോരാ. അല്ലെങ്കിലും മാതാപിതാക്കൾ മക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമായിരിക്കുമെന്നാണ്. പാലം കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും നബിതങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയുന്നതിനാണ് അൽ ഔസാഫു ബിത്തംകീൻ എന്ന് പറയുന്നത്. നബിതങ്ങൾ എൻ്റെ ജീവനാണ്, ജീവന്റെ ജീവനാണ്, എൻ്റെ എല്ലാമാണ് എന്ന് പറയുന്നതിന് ബദർ യുദ്ധം കഴിഞ്ഞു. ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മടങ്ങാൻ വേണ്ടി ഒരുങ്ങാണ് മദീനത്തേക്ക്. എല്ലാവരും മടങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ സഈദ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. നബി തങ്ങൾ ചോദിച്ചു, നമ്മളാ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റിൽ മൂപ്പരെ പേരുണ്ടോ എന്ന് ചോദിച്ചു. അതിലില്ല. പോകാൻ ഒരുങ്ങിയതിലുണ്ടോ ചോദിച്ചു. അപ്പൊ അതും ഇല്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എന്നാല് സെയ്ദ് പോയിട്ട് മൂപ്പരൊന്ന് തെരഞ്ഞു നോക്കട്ടെ. അങ്ങനെ എല്ലാരും പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നതിന്റെ ഇടയില് സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തെരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. കുറെ ദൂരം തെരഞ്ഞ് അവസാനം കാണാനില്ല. മടങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഒരു ഞെരക്കം കേട്ടു. ചെന്ന് നോക്കുമ്പോ മഹാനായ സ്വഹാബി വര്യൻ മണലിൽ പൂണ്ട് കിടക്കുകയാണ്. അടുത്തിങ്ങനെ ചെന്നിരുന്നിട്ട് പറഞ്ഞു, ഞാൻ സെയ്ദാണ്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിന് ചോര വരുന്നുണ്ടോ? മരിക്കാൻ കിടക്കുന്ന ആൾക്ക് ചോദിക്കാനുള്ള ആകള്ള നബിന്റെ പല്ല് പൊട്ടിന്ന് ചോര വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കാൻ. അങ്ങനെ പറഞ്ഞു, അതിന് ചോരൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനേതായാലും മരിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണം, എന്റെ സലാം നിങ്ങൾ പറയണം. എന്നെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആചാരമായി സംസാരിക്കണം. മരിക്കുന്ന സമയത്ത് വരെ സഹാബത്തിനാകെ പറയാനുള്ളത് നബിനെ പറ്റിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഓരോ എല്ലാ ആൾക്കാരായത്. അപ്പൊ നമ്മളും നബിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നതിനാണ് അൽ ഔസാഫു ബിത്തംകീൻ എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ എല്ലാ പ്രത്യേകതകളും നബിനെ കൊണ്ടുണ്ടായതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ എല്ലാ ഈ ലോകത്ത് 1,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മത്ത് മുത്ത് നബിയുടെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? നമ്മള് വലുതായതുകൊണ്ടല്ല, നമ്മളെ നബി വലുതായതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഫضലുകളും നബി തങ്ങളെ കൊണ്ടുണ്ടായതാണ്. റമളാൻ മാസത്തിന് പ്രത്യേകതയുണ്ട്. റമളാൻ മാസം എല്ലാവർക്കും ഉണ്ട്. ആദം നബിക്ക് റമളാൻ മാസം ഉണ്ടായിരുന്നു. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽ മാസം 12ആണ്. 1 മുഹറമാണ്, 2 സഫറാണ്, 3 റബീഉൽ അവ്വലാണ്, 4 റബീഉൽ ആഖിറാണ്, 12 ദുൽഹിജ്ജയാണ്. 12 മാസമുണ്ട്, അതിന്റെ പേരുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാമിനും റമളാൻ മാസമുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിനും റമളാൻ മാസമുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനും റമളാൻ മാസമുണ്ട്. പക്ഷെ അവർക്കൊന്നും റമളാന്റെ പോരിശല്ല. പോരിശ നമുക്ക് മാത്രമുള്ളതാണ്. എന്താ കാരണം? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസത്തിന്റെ പോരിശ ഖുർആൻ ഇറങ്ങി എന്നതാണ്. ഖുർആൻ ഞമ്മക്കിറങ്ങിയതല്ല, ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ്. അതിനാൽ റമളാനിന്റെ പ്രത്യേകത മുഹമ്മദ് നബിയുടെ പ്രത്യേകതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഫضലുകളും എല്ലാ പ്രത്യേകതകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ചെന്നുകൊണ്ടാണ് അവസാനിക്കുക.
ലോകത്തെ എല്ലാ വിഷയത്തെക്കാളും പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണെന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണെന്നാണ് ലൈലത്തുൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത ലൈലത്തുൽ ഖദ്റിൽ ഖുർആൻ ഇറങ്ങി എന്നതാണ്. ലൈലത്തുൽ ഖദ്റിൽ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയെന്നല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങിയതാണ്. മനുഷ്യന്മാരെ ശ്രദ്ധിക്കണേ. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം ഓതി കൊടുത്തിട്ട് ഇത് നബി തങ്ങൾക്ക് പോയി ഓതി കൊടുത്താളി എന്ന് പറഞ്ഞതല്ല. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് അല്ലാഹു തആല ഖുർആൻ ഓതിയതല്ല. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഖുർആൻ അല്ലാഹുവിൽ നിന്നിറങ്ങിയെന്നല്ല, മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങിയത് ലൈലത്തുൽ ഖദ്റിന്റെ അന്നാണ് എന്നാണ്. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഇറങ്ങൂല. അപ്പോൾ മുഹമ്മദ് നബിക്കാണോ ലൈലത്തുൽ ഖദ്റിനാണോ പ്രത്യേകത ഉള്ളത്? മുഹമ്മദ് നബിക്കാണ്. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ തന്നെ എല്ലാ കാര്യം കഅബയേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബയേക്കാൾ പ്രധാനപ്പെട്ടത് അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കഅബക്ക് എന്താ പ്രത്യേകത? കഅബയുടെ പ്രത്യേകത, കഅബ ആദ്യം കഅബ ഉണ്ടാക്കിയത് മലക്കുകളാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെയും മുമ്പ് മലക്കുകളാണ് ആദ്യം കഅബ ഉണ്ടാക്കുന്നത്. പിന്നീട് ആദം നബി അലൈഹിസ്സലാം വന്നു, ഭൂമിയിൽ മനുഷ്യവാസം ഉണ്ടായി, മനുഷ്യന്മാർ കഅബയിൽ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കഅബയുടെ നേരെ മുകൾ ഭാഗത്ത് ബൈത്തുൽ മഅമൂർ എന്ന പേരായ ഒരു വീട് അല്ലാഹു തആല പണി കഴിപ്പിച്ചു. മലക്കുകളുടെ ത്വാഫും കാര്യങ്ങളും അങ്ങോട്ട് മാറ്റി. അങ്ങനെ കഅബ മനുഷ്യന്മാർക്കാക്കി. ആദം നബി അലൈഹിസ്സലാമിനു മുമ്പ് മലക്കുകൾ ഉണ്ടാക്കിയ കഅബ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തകർന്നുപോയി. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകനായ ഇസ്മാഈൽ അലൈഹിസ്സലാമും ചേർന്ന് കഅബ പുതുക്കി പണിതു. ആ കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി വന്നപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആനപ്പടയെ തകർത്ത് കളഞ്ഞു. നല്ലോണം മനസ്സിലാക്കണം നിങ്ങള്. മലക്കുകൾ ഉണ്ടാക്കിയ കഅബ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അല്ലാഹു തകർത്തു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ഉണ്ടാക്കി. ഇബ്രാഹിം നബി ഉണ്ടാക്കിയ കഅബ തകർക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് നബി തങ്ങൾ ജനിക്കുന്നതിന്റെ 500 കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കയിൽ വന്നപ്പോൾ അബ്രഹത്ത് രാജാവിനെയും ആനപ്പടയെയുമാണ് അന്ന് തകർത്തത്. നൂഹ് നബിന്റെ കാലത്ത് തകർത്ത കഅബ എന്താ? അബ്രഹത്ത് രാജാവിന്റെ കാലത്ത് തകർക്കാൻ പാടില്ല. പറ്റൂലെങ്കിൽ പിന്നെയും കുറേ കൂടി പറ്റാത്ത മലക്കുകൾ ഉണ്ടാക്കിയ കഅബല്ലേ, ആ പൊളിഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇബ്രാഹിം നബി ഉണ്ടാക്കിയ കഅബ പൊളിയാൻ പാടില്ല. എന്താ പ്രത്യേകത? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ കഅബ പൊളിയാൻ പാടില്ലാത്തതിന്റെ കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഒരു ദുആ നടത്തിയിരുന്നു. ആ ദുആയിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്: റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ. അല്ലാഹുവേ,
ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു റസൂലിനെ യാത്രയാക്കേണമേ. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് രണ്ടാം ഭാര്യയായ ഹാജറ ബീവിയിലാണ് ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നത്. അതാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. പിന്നീട് ആദ്യ ഭാര്യയായ സാറാ ബീവിയിലും കുട്ടിയുണ്ടായി. അതാണ് സയ്യിദുന ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 10ലധികം മക്കളുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് യൂസുഫ് നബി, അതിൽപ്പെട്ടതാണ് ബിന്യാമീൻ, അതൊരു ഉമ്മാന്റെ മക്കൾ. പിന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ട മക്കള് വേറെ ഉമ്മാന്റെ മക്കളും. ഈ മക്കളുടെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഈ മക്കളുടെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായീൽ എന്ന് പറയുന്നത്. ഇന്നത്തെ ഇസ്രായേൽ അല്ലട്ടോ. ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ആളുകൾ അറബികൾ തന്നെയാണ്. ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള ജൂതന്മാരാണ്. ഈ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് ഇന്നത്തെ ഇസ്രായേൽ എന്നതല്ല. ഇത് പഴയകാല ഫലസ്തീൻ, മിസ്ർ, ഈജിപ്ത് അവിടെയൊക്കെ താമസിച്ചിരുന്ന അറബികൾ തന്നെയാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അതേ സമയത്ത് മക്കയിൽ താമസിച്ചിരുന്ന ആളുകൾ അതല്ല, അത് ഇസ്മായിലിന്റെ സന്താന പരമ്പരയാണ് അലൈഹിസ്സലാം. കാരണം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1,24,000 അമ്പിയാക്കൾ ലോകത്ത് വന്നതില് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മുമ്പ് ആകെ 10-ൽ താഴെ അമ്പിയാക്കളുള്ളൂ. ബാക്കി എല്ലാ നബിമാരും ബനു ഇസ്രായേലിലാണ്. ബാക്കിയുള്ള എല്ലാ അമ്പിയാക്കളും ബനു ഇസ്രായേലിലാണ്. ഒക്കെ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയാണ്. എല്ലാവരും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയാണ്. എന്നാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമാണ് വന്നിട്ടുള്ളത്. അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ ഇസ്മായിലിനെ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി ദുആർക്കാണ്, പഠിച്ചോനെ റബ്ബനാ വബഅസ് ഫീഹിം റസൂല, ഇവരുടെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു നബി ആക്കണം, അതിനാണ് ഞാൻ ഈ കഅബ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് വരുന്ന നബിക്ക് വേണ്ടിയിട്ടാണ് ഈ കഅബ. അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പൊളിക്കാൻ ആക്കാത്തതിന്റെ കാരണം. അപ്പോൾ കഅബയാണോ പ്രധാനപ്പെട്ടത്, മുഹമ്മദ് നബിയാണോ പ്രത്യേകത ഉള്ളത്? മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബയാണെങ്കിൽ നൂഹ് നബിയുടെ കാലത്തും പൊളിയാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മുഴുവൻ ഫളലുകളും മുഴുവൻ പ്രത്യേകതകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്കാണ് വരിക. ഇനി പറയുകയാണെങ്കിൽ സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗമുള്ളപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് തോന്നണേ, സത്യത്തിൽ സ്വർഗം മുഹമ്മദ് നബിയിലേക്കുള്ള വഴിയാണ്, അല്ലാതെ മുഹമ്മദ് നബി സ്വർഗത്തിലേക്കുള്ള വഴിയല്ല ശരിക്കും. കാരണം സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ ഭാര്യമാരുടെ വീട്ടുകളിലാണ് നബി തങ്ങൾ താമസിച്ചിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിൽ താമസിക്കുമ്പോ രാത്രി മലമൂത്ര വിസർജനത്തിനും ഒളു ചെയ്യാനുമെല്ലാം വേണ്ടി പുറത്തിറങ്ങി. അപ്പോൾ ഇരുട്ടിന്റെ മറവിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. അപ്പൊ മൻ എന്ന് ചോദിച്ചു, ആരാ അവിടെ വായൻകുടുംബിലുള്ളത് എന്ന് ചോദിച്ചു. മൻ ചോദിച്ച അതിന്റെ അർത്ഥം. അപ്പോൾ ഒരാൾ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, അന റബീഅ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ റബീഅത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തുനബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, റബീഅത്ത് ബിനു കഅബുൽ അസ്ലമി, റബീഅത്ത് ബിനു കഅബുൽ അസ്ലമി ആണോ എന്ന് ചോദിച്ചു.
അപ്പോൾ പറഞ്ഞു അതെ ഞാൻ റബീഅത്ത് ബിൻ കഅബ് അസ്ലമിയാണ്. അപ്പൊ ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നത് ഈ രാത്രി എന്താ ഇവിടെ നിൽക്കണെന്ന് ചോദിച്ചു. അതില് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ, രാത്രിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം നേരിടുകയും അതിനുവേണ്ടി നിങ്ങൾ പുറത്തിറങ്ങുകയും ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായ ഖിദ്മത്തുകൾ ചെയ്തു തരാമെന്ന് കരുതി ഞാനിവിടെ വന്ന് കാത്തു നിന്നതാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, റബീഅ ഇജ്ജ് എന്നതേമാതിരി ഇവിടെ വന്ന് കാത്തിരിക്കലുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ അങ്ങനെ എന്ന് വന്ന് കാത്തിരിക്കലുണ്ടോ എന്ന് ചോദിച്ചു. അതില് പറഞ്ഞു ഉണ്ട്, ഞാൻ എന്നും ഇവിടെ വന്ന് കാത്തിരിക്കലുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ബാക്കിയുള്ള 8 ആൾക്കാർ പോയിക്കോളി പോയി ഭക്ഷണം കഴിച്ചു. അതാ അവിടെ ഒരു കാത്തിക്കുണ്ട് പോയിക്കോളി മനുഷ്യന്മാർ. ഇനിയിപ്പോ ബാക്കിയുള്ളവരെ അതിന് വെള്ളമിറക്കിയിട്ട് കാര്യമില്ല. കാരണം എല്ലാരും വാപ്പാരും അത്യാവശ്യം ഓതാൻ കൊണ്ടാക്കി. നിങ്ങൾ ചാടിപ്പോന്ന ഞങ്ങളെ എല്ലാരും അത്യാവശ്യം വാപ്പാര് ഓതാൻ കൊണ്ടാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ 10 4 പേജും റിയാസാലിന്ന് 2 ഹദീസും അതുക്കിയെന്ന് 2 ബൈത്തും ചൊല്ലിങ്ങാണ്ട് പോകുന്നതാണ്. നമ്മളെന്താട്ടാ അതിപ്പോ നിങ്ങളും ചാടിപ്പോയ അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ ബലമായിരിക്കും. അതുകൊണ്ട് മുഴുവനാക്കണം, പൂർത്തിയാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏത് സാധനമാണെങ്കിലും പൂർത്തിയായില്ലെങ്കിൽ പിന്നെ ഒന്നിനും പറ്റാതാവും. അങ്ങനെ ഒരാൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ട് ഗിയർ മാറ്റാൻ പഠിച്ചില്ലെങ്കിൽ ഒന്നിനും പറ്റൂലല്ലോ. എന്ന മാതിരി അത് എന്ത് വിഷയമാണെങ്കിലും അങ്ങനെയാണ്. മുഴുവനായില്ലെങ്കിൽ ഒന്നിനും പറ്റാതാവും. അതുകൊണ്ട് തുടങ്ങിയൊരു പൂർത്തിയാക്കണം. അല്ലാഹു മുതഅല്ലിമീങ്ങളെ നല്ല ഇൽമുള്ള ഉഖറവിയായ ആലിമീങ്ങളാക്കി മാറ്റട്ടെ. അപ്പൊ മുഅ്മിനീങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടത് നബിതങ്ങളാണെന്ന് പറയാൻ കാരണം റബീഅത്ത് ബിൻ കഅബ് അസ്ലമി നബിതങ്ങൾ കിടന്നുറങ്ങുന്ന വീടിന്റെ മുമ്പിൽ വന്ന് കാവൽ നിന്നു. അപ്പൊ രാത്രി നബിതങ്ങൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി എഴുന്നേറ്റപ്പോ ഇരുട്ടിന്റെ മറവിൽ ഒരാളെ കണ്ടപ്പോ ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. അന റബീഅ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ റബീഅയാണെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്നും ഇവിടെ വന്ന് നിൽക്കലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എന്നും വന്ന് നിൽക്കലുണ്ട്. മൂപ്പരെന്നും ഇങ്ങനെ വന്ന് കാവലിക്കല. എന്നാ വെള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വെള്ളം കൊണ്ടുവന്നു. നബിതങ്ങൾ മൂത്രമൊഴിച്ച് ഒളു ഉണ്ടാക്കിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി അകത്തേക്ക് പോകുമ്പോ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, റബീഅത്തെ നിനക്ക് വേണ്ടി ഞാൻ എന്തിനാണ് ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ സയ്യിദുനാ റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു, അവലക ഗൈറ ദാലിക യാ റബീഅ. നമ്മളെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ റബീഅ ദേശം ചുരുക്കി ചോദിച്ചൂടെ. ഇമാതിരി വലിയ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എന്താ കാട്ടുക? സ്വർഗത്തിന് നിങ്ങളുടെ കൂട്ടുകാരനാവണമെന്നാണ് ചോദിച്ചത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് സ്വർഗം ചോദിച്ച ആരോടും നബി തങ്ങൾ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. സ്വർഗം പലരും ചോദിച്ചിട്ട് നബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം പല ആൾക്കാരും നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോ സദസ്സിൽ നിന്ന് ഉക്കാശ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന 70,000-ൽ ഒരാൾ ഞാനാകാൻ വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻത മിന്നും, ഒന്നുങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞു. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോണേ 70,000 ആൾക്കാരുണ്ട് പറഞ്ഞപ്പോ ഒരാൾ ആഗ്രഹം പറഞ്ഞു, ഒന്നുങ്ങൾ തന്നെ എന്ന് പറഞ്ഞു.
അങ്ങനെ എല്ലാരോടും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ചോദിച്ചു, നബിയെ 8 കൂടി ആർക്കെങ്കിലും തുറക്കുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾക്ക് തുറക്കുന്നു, നിങ്ങൾക്ക് 8 വാതിലും തുറക്കുന്നു പറഞ്ഞു. അങ്ങനെ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അമ്പ് കൊണ്ടിട്ട് പോകുന്നല്ല യുദ്ധത്തില്, ആ കണ്ണെടുത്തിട്ട് നബി തങ്ങളുടെ അടുക്കിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊന്നാർ നബിയെ, ഞാൻ പുതുതായി കല്യാണം കഴിച്ചതാണ്, എനിക്കെന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകാൻ കഴിയണമെങ്കിൽ കണ്ണ് തിരിച്ചു വേണം നബിയെ, അതുകൊണ്ട് എന്റെ കണ്ണെനിക്ക് മടക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖത്താദ, നിനക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിൽ 2 കണ്ണ് പോരെയോ ഖത്താദ എന്ന് ചോദിച്ചപ്പോ ഖത്താദ പറഞ്ഞു, നബി, ഞാൻ പെണ്ണിട്ടിയത് ഇവിടുന്നാണ്, സ്വർഗത്തിൽ നിന്നല്ല, അതുകൊണ്ട് എനിക്കിന്റെ കണ്ണിന്റെ ആണ്, അല്ലാതെ വരേക്കൂല, എനിക്കിന്റെ കണ്ണ് തിരിച്ചു തരണം, അല്ലാതെ വീട്ടിൽ പോകാൻ പറ്റൂല. പിന്നൊരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത്, സ്വർഗത്തിൽ 2 കണ്ണ് തരാൻ നിങ്ങൾ പറഞ്ഞില്ലേ, അത് ക്യാൻസൽ ആക്കാൻ പറ്റൂല, എനിക്ക് വേറെ വേണമെന്ന്. അപ്പൊ നബി തങ്ങൾ ഒന്ന് ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചിരിന്റെ അർത്ഥം? ആയിക്കോട്ടെ എന്നാണ്. സ്വർഗം ചോദിച്ച ആരോട് നബി തങ്ങൾ ചുരുക്കി ചോദിക്കാൻ പറഞ്ഞില്ല. ഇവിടെ ഇവിടെ റബീഅത്ത് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗമല്ല ചോദിക്കുന്നത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നബിയെ എനിക്ക് നിങ്ങളുടെ കൂട്ടുകാരനാകണമെന്നാണ്. സ്വർഗത്തില് കൂട്ടുകാരനാകാണെന്ന് പറഞ്ഞാല് സ്വർഗല്ല, സ്വർഗത്തില് മുഹമ്മദ് നബിനെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ചുരുക്കി ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവും, സ്വർഗത്തെക്കാൾ വലുതാണ് മുഹമ്മദ് നബി എന്ന് മനസ്സിലാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ റബീഅ റളിയല്ലാഹു അൻഹു വാശി പിടിച്ചു, എനിക്ക് അതന്നെ വേണമെന്ന്. അപ്പൊ പറഞ്ഞു, ഫഅഇന്നി ബികസ്റത്തി സുജൂദ്, എന്നാൽ സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണമെന്ന് റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ഞങ്ങൾ പറഞ്ഞു എന്നാണ് ആ സംഭവത്തിന്റെ ബാക്കി. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും ഫർദ് നിസ്കാരമൊക്കെ കഴിഞ്ഞ്, സുന്നത്ത് നിസ്കാരങ്ങൾ കഴിഞ്ഞ്, വിത്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയില് 100 റക്അത്ത് മുത്ലഖായ സുന്നത്ത് നിസ്കരിക്കും. എന്നിട്ട് ദുആർക്കും, അല്ലാഹുവേ, ഈ 100 റക്അത്ത് നിന്റെ സ്വർഗം ലഭിക്കാൻ മാത്രമല്ല, നാളെ കോടാനക്കോടി മനുഷ്യർ ഒരുമിച്ച് കൂടിയ സദസ്സിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോ എല്ലാ ദിവസവും 100 റക്അത്ത് നിസ്കരിച്ചിരുന്ന റാബിയല്ലേ ആ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ കേൾക്കാൻ ഒരു രസമുണ്ട്, അതിനാണ് 100 റക്അത്ത് എന്ന്. നബി തങ്ങള് റാബിയല്ലേ ആ പോണത് എന്ന് ചോദിക്കണേക്കാൾ രസത്തിലാണ് 100 റക്അത്ത്. സ്വർഗത്തെക്കാൾ വലുതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ പ്രത്യേകതകളും എല്ലാ ഫളായിലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങും. അൻത മുൻജിനാ ഗദൻ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി അശ്ശഫാഅത ഹബലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖൻ വഅഹ്ലനാ ഇൻളാഅ യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആത്മഹർഷം തുടികൊട്ടുന്ന നാളാണ് ഖിയാമത്ത്. നെഞ്ചിടിപ്പിന്റെ ശബ്ദം കാതുകൊണ്ട് കേൾക്കുന്ന ദിവസമാകുന്നു ഖിയാമത്ത് നാള്. ശബ്ദം അല്ലാഹുവിന് മാത്രമായി കീഴ്പ്പെടുന്ന ദിവസമാകുന്നു ഖിയാമത്ത് നാള്. അന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതെ മനുഷ്യൻ നിൽക്കുമ്പോ മനുഷ്യന്റെ ഏക പ്രതീക്ഷയാണ് അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നത്. ആകെ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ.
മഹ്ശറയില്. അതാണ് മുഹമ്മദ് നബി. 50,000 കൊല്ലം ചുരുങ്ങിയത് മഹ്ശറ ഉണ്ടാവുന്ന. മഹ്ശറ ഏറ്റവും ചുരുങ്ങിയത് 50,000 വർഷം ഉണ്ടായിരിക്കുമെന്നാണ്. ഈ 50,000 വർഷം സിറാത്ത് പാലമുണ്ട്. സ്വർഗം ഉദ്ഘാടനം ചെയ്യും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുന്നത് മുത്തുനബിക്കായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നബി തങ്ങൾ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ വന്ന് കാത്തു നിൽക്കും. ഒരിക്കൽ ഒരു സഹാബി നബിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മഹ്ശറയിൽ വെച്ച് നിങ്ങളൊന്ന് കാണാൻ എവിടെയാ തെരയേണ്ടത് എന്ന് ചോദിച്ചു. അവൻ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആ നന്മ തിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അവിടെ കണ്ടില്ലെങ്കിൽ അവിടെ നോക്കാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അവിടെ കണ്ടില്ലെങ്കിൽ അത് തൂക്കണ ഒരു സ്ഥലമുണ്ട്, നന്മ തിന്മകൾ എഴുതിയ ഏടുകൾ തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ ആ സഹാബി ചോദിച്ചു, അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ നോക്കണ്ടെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അവിടെയും കണ്ടില്ലെങ്കിൽ ഹൗലുൽ കൗസർ എന്ന വെള്ളം മുക്കി കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവും, അവിടുന്ന് കാണാന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് ചോദിച്ചു, അവിടെയും കണ്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, സിറാത്ത് പാലം നടക്കുമ്പോൾ കാണാതെ പോകില്ല. എല്ലാ മനുഷ്യരും പാലത്തിന്റെ അടുക്കൽ വെച്ച് മുത്തുനബിയെ കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു 5 മിനിറ്റ്, നമുക്കൊരു അരമണിക്കൂർ സമയം ഒരാളെ കാത്തിക്കാൻ പറ്റൂലല്ലോ. അങ്ങനത്തെ നമ്മളെ കാത്തിട്ട് 50,000 കൊല്ലം നബി തങ്ങൾ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ നിൽക്കുമെന്നാണ്. സിറാത്ത് പാലം 50,000 കൊല്ലാണ്. എല്ലാ ഇപ്രാവശ്യം മാറ്റി വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 50,000 കൊല്ലം ഉണ്ടാവും. അവസാനത്തെ മനുഷ്യനും കടന്നു പോകുന്നത് വരെ പാലത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ചോനെ ഓനെ കൈച്ചിലാക്ക് റബ്ബേ, ഓനെ കൈച്ചിലാക്ക് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ ഒരു മനുഷ്യൻ വാപ്പ മക്കളെ അന്വേഷിക്കുക പാലം കടന്നതിന്റെ ശേഷമാണ്. ഉമ്മ മക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ്. മക്കൾ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുന്നത് സിറാത്ത് പാലം കടന്നതിന്റെ ശേഷമാണ്. പാലം കടക്കുന്നതിന്റെ മുമ്പ് നമ്മളെയും തിരിഞ്ഞു നോക്കി നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാകുന്നു. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാൻ വഅഹ്ലനാ ഇല്ലാ യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് നബിനെ കിട്ടുക എന്നുള്ളതാണ് എല്ലാം കിട്ടുക. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾക്ക് കിട്ടിയാൽ ദുനിയാവും കിട്ടി ആഖിറവും കിട്ടി, എല്ലാം അതാണ്. ഈമാന്റെ അടിസ്ഥാനം അതാണല്ലോ. ലോകത്തെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രത്യേകത എന്താണ്? നബി തങ്ങൾ ഖൽബക്കണ കാര്യം എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രി 7 ആകാശങ്ങളിലൊക്കെ കറങ്ങി സ്വർഗ്ഗം നരകമൊക്കെ കണ്ട് മടങ്ങി വന്ന നബി തങ്ങൾ രാവിലെ കഅബമക്ക് ഇങ്ങനെ തല വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അബൂജഹൽ കണ്ടു ലഅനത്തുല്ലാഹി അലൈഹി. നബിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല മുഹമ്മദേ, എന്താ ഇരുത്തം കണ്ടാ പുതിയ എന്തോ വിവരമുള്ള മാതിരി തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഉണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മസ്ജിദുൽ ഹറാമിൽ വന്നു, അവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അവിടുന്ന് 7 ആകാശങ്ങൾ സഞ്ചരിച്ചു, സിദ്റത്തുൽ മുൻതഹ കടന്ന് അതിർത്തിയിലെ അലന്തമരം കടന്ന് സ്വർഗവും നരകവും കണ്ട് അള്ളാഹുവിന്റെ അർശിങ്കൽ ചെന്ന് അള്ളാഹുമായി സംഭാഷണം നടത്തി നിസ്കാരം ലഭിച്ചു. വരുന്ന വഴിയിൽ മൂസ നബിയെ കണ്ടു, മടങ്ങി ബൈത്തുൽ മുഖദ്ദസിൽ എത്തി, അവിടുന്ന് വീണ്ടും മസ്ജിദുൽ ഹറാമിൽ തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ ഒരു ചിരിയാണ് ചിരിച്ചു. ഇന്നലെ രാത്രി ഉറങ്ങുന്നിടത്തുനിന്ന് 40 ദിവസം കുതിരപ്പുറത്ത് ഓടിയാലേ ബൈത്തുൽ മുഖദ്ദസ്ക്ക് എത്തുള്ളൂ, അങ്ങോട്ട് ഇന്നലെ രാത്രിയാണ് പോയി എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു.
എന്നിട്ട് അബൂജഹൽ ഓന്റെ ആൾക്കാരൊക്കെ വിളിച്ചിരുത്തി, വരികടാ എല്ലാരും വരി, വിവരണ്ട്, തമാശ ഉണ്ട്, വിടൽസ് ഉണ്ട് പറഞ്ഞു. എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി മുഹമ്മദ് ഉറങ്ങോടുന്നാണ് നീച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിലാണ് പോയിട്ട് അവിടുന്ന് 7 ആകാശങ്ങൾ കയറിയിട്ട് നേരം വെളുത്തപ്പോൾ തിരിച്ചു വന്നു എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ അവന്റെ ആൾക്കാരൊക്കെ കൂടി കൂട്ടച്ചിരിയാണ് ചിരിച്ചു. ഈ ചിരി കേട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നു, എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. ഒന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒന്നും അറിഞ്ഞില്ല ചോദിച്ചു. ഇല്ല, ഒന്നും അറിഞ്ഞില്ല. എന്നാൽ അതാ അറിയേണ്ടത്, ഇന്നലെ രാത്രി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കണോടത്തുനിന്ന് നീച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി 7 ആകാശങ്ങൾ കയറി അള്ളാനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നിസ്കാരം വാങ്ങി വരുമ്പോ വയ്യില് മൂസാ നബിനെ കണ്ട് അങ്ങോട്ട് തന്നെ പോയി ഇങ്ങോട്ട് തന്നെ വന്ന് ഒമ്പോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവസാനം നേരം വെളുത്തപ്പോ അതിന് തിരിച്ചെത്തി എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചു, ഇതിന്റെ നബി പറഞ്ഞ തന്നെയാണോ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, പറഞ്ഞ തന്നെയാണ്. ഉറപ്പായിട്ടും പറഞ്ഞു ചോദിച്ചു. ഉറപ്പായിട്ടും പറഞ്ഞു. എന്നാൽ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരാണ് ഈമാൻ. മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തിന്റെ പേരാണ് ഈമാൻ എന്ന് പറഞ്ഞത്. അത് എത്രത്തോളം നമുക്കുണ്ടോ അതിനനുസരിച്ച് ഈമാൻ. അത് പോയാൽ അതിന്റെ കൂടെ ഈമാൻ. യുക്തിവാദത്തിന്റെ അടിസ്ഥാനം എന്താ? മുത്തുനബിനോട് താല്പര്യമില്ലാത്ത. നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബിയോട് താല്പര്യമില്ലാത്തത്. ലിബറലിസത്തിന്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബിയോട് താല്പര്യമില്ലാത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവമത സത്യവാദത്തിന്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താല്പര്യമില്ലാത്തത്. അതുകൊണ്ട് ഈമാന്റെ അസ്ലി എന്ന് പറയുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ്. അത് നമ്മളെ ഖൽബിൽ ഏറി വരുന്നതിനനുസരിച്ച് നമുക്ക് ഈമാൻ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ, ഒന്നാമത്തേത് മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് 3 ഉണ്ട്. ഒന്ന് അൽ ഔസാഹു ബിത്തഹ്സീനാണ്, നബി തങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ച് പറയലാണ്. രണ്ടാമത്തേത് അൽ ഔസാഹു ബിത്തസീനാണ്, പോരിശകളെ കുറിച്ച് പറയലാണ്. മൂന്നാമത്തെ അൽ ഔസാഹു ബിത്തംകീനാണ്, നമ്മളും നബിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയലാണ്. 4 കാര്യങ്ങളാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവ് കാണാൻ വേണ്ടി ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, നബി തങ്ങളുടെ ശരീരം എങ്ങനെയാണ്, നടത്തവും ഇരുത്തവും കിടത്തവും എങ്ങനെയായിരുന്നു എന്ന് പഠിക്കണം. അതിന് ശമാഇലുകൾ എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് അതിശക്തമായ ആഗ്രഹം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം രാത്രി പകുതി കഴിയുന്നതിന് മുമ്പ് ഉറങ്ങണം. നാലാമത്തെ കാര്യം സ്വലാത്തിനെ അധികരിപ്പിക്കണം. മുഅ്മിനായ മനുഷ്യന് നബി തങ്ങളോട് എത്ര ബന്ധമുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് ഈമാൻ ഉണ്ടാവുക. ഈമാന്റെ അസ്ല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള താല്പര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് മക്കൾക്ക് പകർന്നു കൊടുക്കണം, അടുത്ത തലമുറ പകർന്നു കൊടുക്കണം. അങ്ങനെ നല്ലവരായി, സാലിഹീങ്ങളായി, ആശിഖീങ്ങളായി, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധമുള്ളവരായി അവരെല്ലാവരും മാറണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും